നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറേ മരുന്നുകൾ കഴിക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുന്നത് കുറച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതികൾ ഇന്ന് പറഞ്ഞു തന്നാലോ? മിക്ക രോഗങ്ങൾക്കും കാരണം നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളായിട്ട് ഉണ്ടാവുന്ന നീർക്കെട്ടുകളാണ്. ഈ നീർക്കെട്ടുകൾ കുറച്ചാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് നോക്കിയാലോ? നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. അപ്പോൾ ഈ ഫ്രഷ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഏറ്റവും കൂടുതൽ വിറ്റാമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലുള്ള ഈ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് വില കൂടിയ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കണമെന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പപ്പായ, പേരക്ക അതൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. സ്ട്രോബെറി, ബ്ലൂബെറീസ് ഒക്കെ നല്ല ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് മുരിങ്ങ, അതുപോലെ തന്നെ ചീര, ഇതൊക്കെ വളരെ റിച്ച് ആണ് ആന്റി ഓക്സിഡൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയിലൊക്കെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെ ഒരുവിധം എല്ലാ നീർക്കെട്ടുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതാണ്. ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. ഹെൽത്തി ഫാറ്റ്സിലുള്ളതാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകളൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് അയില, ചൂര, അതുപോലെ നെയ്മീൻ, ഇതൊക്കെ വളരെയധികം, ഈ ചെറിയ മീനുകളൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒമേഗ-3 ഫാറ്റി ആസിഡ്സിന്റെ റിച്ച് സോഴ്സ് ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കഴിക്കുക. കൂടുതൽ നമ്മൾ വറുത്ത് കഴിക്കാതെ നല്ല രീതിയിൽ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. നട്ട്സിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വാൾനട്ട്സ്, അതുപോലെ തന്നെ ബദാം ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ ഒക്കെ കഴിക്കാം. അതൊക്കെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ട് കഴിക്കാം. നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഒരു പിടി നട്ട്സ് ഡെയിലി കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ്, ചിയാ സീഡ്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ വളരെ നല്ലതാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടി നല്ലതാണ്. അത് വളരെയധികം ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റിസെപ്റ്റിക് ആണ്. അത് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. കുട്ടികൾക്ക് മഞ്ഞൾ ചെറുതേനിൽ ചാലിച്ചു കൊടുക്കുന്നത് ഈ കഫക്കെട്ടൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അലർജി റിലേറ്റഡ് ആയിട്ടുള്ള കഫക്കെട്ടിനൊക്കെ അത് വളരെ നല്ലതാണ്. ചായ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള ആളുകൾ കഴിയുന്നതും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഗ്രീൻ ടീ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് പഞ്ചസാര യൂസ് ചെയ്യാതെ തന്നെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ട്രെസ് നല്ല രീതിയിൽ കൺട്രോളും കൂടി ചെയ്താലേ നമുക്ക് ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യോഗ, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരുവിധ എല്ലാ ഇൻഫ്ലമേഷൻസും കുറയുന്നതിലൂടെ നമ്മൾ കൂടുതലായി ഹെൽത്തി ആവുകയാണ്. നമ്മുടെ ബോഡി നല്ല ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അലർജി കുറയുന്നതോടൊപ്പം തന്നെ നമ്മളെ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഹാബിറ്റ് ആണ്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാ രീതിയിലും ഇൻഫ്ലമേഷൻ കുറയുന്നതോടൊപ്പം തന്നെ എല്ലാത്തരം അസുഖങ്ങളിൽ നിന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. തടി കുറയ്ക്കാനും അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതിലൂടെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.